നമ്മൾ കഴിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും വലിയ ഔഷധങ്ങളാണ്. നാം അറിയുന്നില്ലെന്ന് മാത്രം. ഇതിൻ്റെ ഗുണം ശാസ്ത്രീയമായി ഇനിയും തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊരു ഭക്ഷണ പദാർത്ഥമെന്ന നിലയിൽ പരമ്പരാഗതമായി തന്നെ നമ്മൾ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായി തന്നെ അത് ഉപയോഗിക്കാം. പല രോഗങ്ങളും അതുകൊണ്ട് മാറുകയും ചെയ്യും. പുതിയ തലമുറയ്ക്ക് ഇത് പലതും അജ്ഞാതവുമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുതിര. മുതിര നാം ഇപ്പോൾ കഴിക്കുന്നത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. വൃക്ക രോഗങ്ങൾക്ക് ഇതുപോലെ ഗുണം ചെയ്യുന്ന മറ്റൊരു ഭക്ഷ്യപദാർത്ഥമില്ല എന്ന് പറയാം. മുതിര തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിക്കുകയോ, ഈ തോരൻ വയ്ക്കാൻ വേണ്ടി ഇതിനെ പുഴുങ്ങുമ്പോൾ ആ വെള്ളം രസമാക്കി ഉപയോഗിക്കാം. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു. കഠിനമായ വേദന, പുറം വേദന ഈ കല്ലുള്ളവർക്കുണ്ടാവും. ഇതൊരു 5-8 പ്രാവശ്യം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ ആ വേദന മാറും. അതുപോലെ മൂത്രതടസ്സം, കടച്ചിൽ, മൂത്രത്തരിപ്പ്, ഇങ്ങനെയുള്ള ഒട്ടനവധി വൃക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒക്കെ വളരെ ഫലപ്രദമാണ് മുതിര. എന്ന് പറഞ്ഞാൽ ഇത് വൃക്കയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളെയും മാറ്റുമെന്നല്ല. സാധാരണഗതിയിൽ ഒരു ഉഷ്ണ പ്രദേശം കൂടി ആയതുകൊണ്ട്, ഉഷ്ണം കൂടി വരിക കൂടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഇത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. പലർക്കും ഈ മൂത്രതടസ്സവും അതുമായി ബന്ധപ്പെട്ട വെള്ളത്തിൻ്റെ കുടിക്കുന്നത് കുറവ് കൊണ്ടും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അവർക്കെല്ലാം ഇത് ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ച് ഉഷ്ണ സമയങ്ങളിൽ, ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇത് ഭക്ഷണത്തിൽ ഈ മുതിര ഉൾപ്പെടുത്തുകയും അതിൻ്റെ തിളപ്പിച്ച വെള്ളം രസമാക്കിയോ അല്ലാതെ ചുമ്മാ തിളപ്പിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്താൽ ഏറ്റവും ഉത്തമമാണ് എന്നുള്ളതാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. സത്യവുമാണത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത് വളരെ സത്യമാണ്.